ചേച്ചിയമ്മേ, കുഞ്ഞേച്ചി അതിച്ചു. ദേ ഇവിടെ. കയ്യിലെ തിണർത്ത് കിടക്കുന്ന ഒരു പാട് കാണിച്ചുകൊണ്ട് ഏങ്ങലടിച്ചുകൊണ്ട് രേവതിയുടെ അടുത്തേക്ക് വന്ന് പറയുമ്പോൾ പച്ച ചോറിൽ കണ്ണുനീരൊപ്പ് കൂടി കൂട്ടിക്കൊഴിക്കുന്നവൾ തല ഉയർത്തി നോക്കി. മോളെ, എന്തിനാ കുഞ്ഞേച്ചിയുടെ മുറിയിൽ കയറിയത്? അതുകൊണ്ടല്ലേ തല്ല് കിട്ടിയത്? അവിടെ കയറരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? രേവതി ശാസനയോടെ പറയുമ്പോൾ അവൾ കണ്ണുനീര് തുടച്ചു. എൻ്റെ പൊത്തുപോയി. പൊത്തെടുക്കാൻ കയറിയതാ. നെറ്റിത്തടത്തിലെ പുരികക്കൊടിയിൽ പിടിച്ചുകൊണ്ട് അവൾ പറയുമ്പോൾ രേവതി ചിരിച്ചു. പൊട്ട് ചേച്ചിയമ്മ തരില്ലേ? ഇതിനാണോ കുഞ്ഞേച്ചിയുടെ മുറിയിൽ കയറിയത്? ചേച്ചിയമ്മ ഇതൊന്ന് കഴിച്ചോട്ടെ, അതിനുശേഷം തരാം. രേവതി പറയുമ്പോൾ അവൾ ചുണ്ടു കൂർപ്പിച്ചു. കുഞ്ഞേച്ചിയുടെ കയ്യില് ചുവന്ന പൊത്തുണ്ട്, ചേച്ചിയമ്മയുടെ കയ്യില് കറുത്ത പൊത്ത്. അത് എനിക്ക് വേണ്ട. അവൾ പറയുമ്പോൾ വിരലുകൾക്കിടയിൽ നിന്നും ചോറിൻ്റെ വറ്റ് താഴേക്ക് പതിച്ചു. ഒപ്പം രേവതിയുടെ കണ്ണുകളും നിറഞ്ഞു വന്നു. ഒരിക്കൽ ചുവന്ന പൊട്ടിനെ പ്രണയിച്ചിരുന്നവൾ ഇന്ന് കറുത്ത പൊട്ടിനെയാണ് ആരാധിക്കുന്നത്. അവളുടെ കണ്ണുകൾ ചുവരിൽ മാത്രമായി മാറി അവളുടെ പ്രിയതമനിലേക്ക് പോയി. 10 വർഷങ്ങൾക്ക് മുൻപ് കണ്ണേട്ടൻ്റെ കൈപിടിച്ച് ആ വീട്ടിൽ വരുമ്പോൾ 2 മക്കളെ ആയിരുന്നു കണ്ണൻ അവൾക്ക് സമ്മാനമായി കൊടുത്തത്. കണ്ണനേക്കാൾ 5 വയസ്സ് ഇളയ ഉണ്ണിയും കണ്ണൻ്റെ 15 വയസ്സ് വ്യത്യാസത്തിൽ പിറന്ന തങ്കുവും. ഉണ്ണി ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സ്കൂളിൽ പോകാനുള്ള ബുദ്ധിയില്ലാത്ത തങ്കുവിന് 10 വയസ്സ്. അന്നു മുതൽ അവൾക്ക് ചേച്ചിയമ്മയായി, അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് അമ്മയായി, ചേച്ചിയായി, കളിക്കൂട്ടുകാരിയായി, ആ 2 സഹോദരന്മാരുടെയും ജീവനായിരുന്നു അവൾ. അവൾക്ക് വേണ്ടിയായിരുന്നു അവരുടെ ജീവിതം തന്നെ. വിവാഹം കഴിഞ്ഞ വർഷങ്ങളായിട്ടും മക്കളുണ്ടായില്ല രേവതിക്കും കണ്ണനും. പക്ഷേ എന്നിട്ടും അവർ വിധിയെ പഴിച്ചില്ല. കാരണം അവർക്ക് മക്കളായി തങ്കു ഉണ്ടല്ലോ. ഇന്ന് ശംഖുവിന് പ്രായം 19 ഇന്നോളം രേവതി അവളെ വേദനിപ്പിച്ചിട്ടില്ല. പക്ഷേ ഉണ്ണിയുടെ വിവാഹം കഴിഞ്ഞ് പൂജ വീട്ടിലേക്ക് വന്നത് മുതൽ കാര്യങ്ങൾ അല്പം മാറി തുടങ്ങിയിരുന്നു. തങ്കു അവൾക്കൊരു അയിത്തമായിരുന്നു. സുഖമില്ലാത്ത കുട്ടി തൊട്ടാൽ അർപ്പും വെറുപ്പുമായി. അതിൻ്റെ പേരിൽ പൂജയും രേവതിയും തമ്മിൽ പലപ്പോഴും ഉടക്കിയിട്ടുണ്ട്. അന്നെല്ലാം കണ്ണൻ അവളെ ശാസനയോടെ അടക്കി നിർത്തി. തങ്ങളെക്കാൾ സാമ്പത്തിക ശേഷിയുള്ള പൂജയുടെ വാക്കിന് മുൻപിൽ ഉണ്ണി വെറും ഒരു കളിപ്പാവയായി മാറുന്ന നിമിഷമായിരുന്നു പിന്നീട്. ഉണ്ണിയും അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവളെ അകറ്റിക്കൊണ്ട് പോയിരുന്നു. അകറ്റി നിർത്തി തുടങ്ങിയ നിമിഷം കണ്ണനും ഒരു തീരുമാനത്തിലെത്തി. കുടുംബമായി കിട്ടിയ 5 സെന്റ് സ്ഥലത്ത് ഒരു കുഞ്ഞു വീട് വെച്ച് അവിടേക്ക് മോളെയും കൊണ്ട് മാറണം. 6 മാസം മുൻപ് അതിൻ്റെ പണി നടക്കുമ്പോഴായിരുന്നു ഒരു വലിയ കല്ല് വന്ന ദേഹത്ത് പതിച്ച് കണ്ണൻ്റെ മരണം. 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത രേവതിക്ക് നഷ്ടമായത് ജീവിതം തന്നെയായിരുന്നു. കയറി ചെല്ലാൻ വീടുണ്ട്, പക്ഷെ അവിടെ സ്ഥാനമില്ല. പോയാലും തങ്കു അവിടെ ബാധ്യതയാകും. അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ തുടങ്ങിയിട്ട് 6 മാസത്തോളമായി. കണ്ണൻ ജീവിച്ചിരുന്നപ്പോൾ കിട്ടിയ പരിഗണനകളൊന്നും ഇപ്പോൾ ഇല്ല. ആർക്കും വേണ്ടാത്ത 2 ജന്മങ്ങൾ അവിടെ ചിതലരിച്ചു തുടങ്ങുകയായിരുന്നു. ചേച്ചിയമ്മേ, എനിക്ക് വാദിത്തതുവോ? പെട്ടെന്ന് തങ്കുവിൻ്റെ ചോദ്യം കേട്ടാണ് രേവതി സ്വപ്നത്തിൽ എന്നതുപോലെ ഞെട്ടിയത്. ആ നിമിഷം നിഷ്കളങ്കമായി വാപൊളിച്ച് ചോദിക്കുന്ന കുഞ്ഞു പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കി രേവതി. അവളാണ് ഏത് സങ്കടക്കടലിലും ആകെയുള്ള സന്തോഷം. അവളുടെ മുൻപിൽ രേവതി കരയില്ല. പിന്നെന്താ എന്നും ചേച്ചിയമ്മയിലെ മോൾക്ക് വാരിത്തരുന്നത്? ഇന്ന് കുഞ്ഞേച്ചിയുടെ അടുത്തേക്ക് പോയതുകൊണ്ടല്ലേ ചേച്ചിയമ്മ കഴിക്കാനിരുന്നത്? ദാ കഴിക്ക്. ചോറ് വാരി അവൾക്ക് കൊടുക്കുമ്പോൾ രേവതിയുടെ പാത്രത്തിൽ പൊടിപൊടിയായി കിടക്കുന്ന മീൻ വാർത്തതിൻ്റെ അംശത്തിലേക്ക് നോക്കി അവൾ. ഉമ്മുമ്മി. കൊതിയോടെ അവൾ അതിലേക്ക് ചൂണ്ടി പറയുമ്പോൾ ആ പൊടി കൂട്ടി ചോറ് കുഴിച്ചു രേവതി. ഇതല്ല വലിയ ഉമ്മുമ്മി. അവൾ നിർബന്ധം പോലെ പറയുമ്പോൾ രേവതിയുടെ ചങ്കൊന്നു പിടിച്ചു. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ ശേഷം ബാക്കി വന്ന ചോറും അല്പം മീൻ്റെ പൊടിയും ചേർത്തായിരുന്നു രേവതി കഴിക്കാനിരുന്നത്. അയ്യോടാ, ഇത് പൊടി മാത്രമേ ഉള്ളൂ വാവേ. സാരമില്ല, നാളെ കുഞ്ഞേടനോട് പറയാം ഉമ്മുമ്മി വാങ്ങിക്കൊണ്ട് വരാൻ. അപ്പോൾ വലിയ ഉമ്മുമ്മി തന്നെ കുഞ്ഞിന് കഴിക്കാം. ഇപ്പോൾ ഇത് കഴിക്കാം. അവൾ കുഴച്ച് കുറച്ച് ചോറ് അവളുടെ വായിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അത് ആയത്തിൽ തട്ടിക്കളഞ്ഞു ബുദ്ധി ഉറക്കാത്ത കൊച്ചു പെണ്ണ്. മോൾ എന്ത് പണിയാ കാണിച്ചത്? ചോറ് തട്ടിക്കളയരുതെന്ന് ചേച്ചിയമ്മ പറഞ്ഞിട്ടില്ലേ? അല്പം ശാസനയോടെ അവൾ നോക്കുമ്പോഴും വാശിയിലാണ് പെണ്ണ്. വലിയ മീനെ പെണ്ണിന് ഇറങ്ങൂ.
ഒരു മുഴുത്ത കഷ്ണം കുറച്ചു മുൻപ് കഴിച്ചതാണ്. എന്നിട്ടും ആർത്തിക്ക് ഒരു കുറവുമില്ല. ഈ ആർത്തി പണ്ടാരത്തിനെ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടുചെന്നാക്കാൻ ഞാൻ ഉണ്ണിയോട് എത്ര പ്രാവശ്യമായി പറയുന്നു. പുറത്തെ ബഹളം കേട്ട് ഇറങ്ങി വന്ന പൂജയുടെ ശബ്ദം ഉയരുമ്പോൾ പേടിയോടെ രേവതിയുടെ ഇടയിലേക്ക് കയറി തങ്കു. പൂജ മോളെ, ഇവൾ കുഞ്ഞല്ലേ, ഇവൾക്ക് എന്തറിയാം? കണ്ണേട്ടനുള്ളപ്പോൾ ഇതുപോലെ വാങ്ങിക്കൊണ്ട് വന്നത് ഒക്കെ അവൾക്ക് വയറ് നിറച്ച് കൊടുക്കുമായിരുന്നു ഞാൻ. ആഹാ, നിങ്ങളുടെ കണ്ണേട്ടനല്ല ഇപ്പോൾ ചിലവ് നോക്കുന്നത്, എൻ്റെ ഉണ്ണിയാണ്. കിട്ടുന്നത് മുഴുവൻ ഈ നാശത്തിന് തിന്നാൻ പോലും തികയില്ല. ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഇവിടെ നിൽക്കാം എന്ന് കരുതി ഈ പെണ്ണിനെ കൂടി നോക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. എൻ്റെ ഡാഡി ഒരു ഓർഫനേജിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഇവളെ അങ്ങോട്ട് മാറ്റണം. പൂജ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ തങ്കുവിന് കുഞ്ഞേച്ചി അവളെ എവിടെയോ കൊണ്ട് കളയാൻ പോവുകയാണെന്ന് മനസ്സിലായി. ചേച്ചിയമ്മേ, എന്നെ കൊന്ന് കളയതെന്ന് പറ കുഞ്ഞേച്ചിയോട്, പറ പറ. പൂജയുടെ വാക്കുകൾ കേട്ട് നിശ്ചല നിൽക്കുന്നവളെ പിടിച്ചു കുലുക്കി ആ കുഞ്ഞു പെണ്ണ്. കളയില്ല മോളെ, ആരും എങ്ങും കൊണ്ട് കളയില്ല. അവൾ കണ്ണുനീർ ആയത്തിൽ തുടച്ചുകൊണ്ട് പറയുമ്പോൾ ഈ പെണ്ണ് തുള്ളിച്ചാടാൻ തുടങ്ങി. ഇല്ലേ, നല്ല ചേച്ചിയമ്മ. ഒപ്പം ആ ചേച്ചിയമ്മയുടെ കവളിൽ ആഞ്ഞൊന്ന് മുത്തി. ചേച്ചിയമ്മേ, നമ്മൾ എന്തിനാ ഇവിടെ കിടക്കുന്നേ? ഇവിടെ കുച്ചു കുച്ചു തീവണ്ടി വരില്ലേ? ആകാശത്ത് മിന്നി തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നോക്കി ഒരിക്കലും കൂട്ടിവെക്കാത്ത രണ്ടുപേരെ പാതയിൽ തലവെച്ച് കിടക്കുമ്പോൾ നിഷ്കളങ്കമായി അവൾ ചോദിച്ചു, നമുക്ക് നമുക്ക് മോടെ വലിയേട്ടനെ കാണണ്ടേ? കാണണം. വലിയേട്ടൻ കുഞ്ഞേട്ടനെ പോലെ അല്ല, വല്ലുമ്മ തരും, ചിക്കൻ തരും, പൊറോട്ട മേടിച്ച് തരും, പാവം മേടിച്ച് തരും, ഉതുപ്പ് മേടിച്ച് തരും. നമുക്ക് വലിയേട്ടൻ്റെ അടുത്ത് പോകാം. ചേച്ചിയമ്മേ, തങ്കൂന് സന്തോഷായി. ട്രെയിൻ കാക്ക ആ പാലത്തിൽ കിടക്കുമ്പോൾ അവൾ ചേച്ചിയമ്മയുടെ വാക്കുകൾ കേട്ട് കൈയടിച്ചു. എപ്പോഴാ നമ്മൾ വലിയേട്ടനെ കാണുന്നത് ചേച്ചിയമ്മേ? വിജയേട്ടനെ കാണാനുള്ള ആകാംക്ഷയിൽ, അവളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള ആകാംക്ഷയിൽ അവൾ ചോദിക്കുമ്പോൾ ഇരുളിൻ്റെ മറവിൽ തീവണ്ടിയുടെ ചൂളവിളി രേവതിയുടെ കാതുകൾ മുഴങ്ങി. ഉടനെ മോളെ കണ്ണടച്ച് കിടന്നു. നമ്മളിപ്പോൾ വലിയേട്ടൻ്റെ അടുത്തെത്തും. ആർക്കും വേണ്ടാത്ത നമ്മളെ സ്വീകരിക്കാൻ വലിയേട്ടൻ വരും. എൻ്റെ കണ്ണേട്ടൻ വരും. നമ്മളെ ഉപേക്ഷിക്കാൻ കഴിയില്ല. വിതുമ്പുന്ന ഹൃദയത്തോടെ ബുദ്ധി ഉറയ്ക്കാത്ത ആ പെൺകുട്ടിയുടെ കയ്യിൽ മുറുകെ പിടിച്ച് അവൾ കണ്ണുകൾ അടയ്ക്കുമ്പോൾ കാതോരം എത്തിക്കഴിഞ്ഞിരുന്നു ആ ചൂളവിളി. ആ നിമിഷം അവൾ കണ്ടത് അവളുടെ കണ്ണേനെ തന്നെയാണ്, തങ്കുവിൻ്റെ വലിയേട്ടനെ. പ്രായമായൊരു പെൺകുട്ടിയെ തനിച്ചാക്കി മനസ്സുറപ്പിച്ചൊരു ജോലിക്ക് പോലും പോകാൻ തനിക്ക് കഴിയില്ലെന്നുള്ള തോന്നലായിരിക്കാം അവളെ ഈ കടുങ്കയിലേക്ക് എത്തിച്ചത്. ഇതൊരു യഥാർത്ഥ കഥയാണ്. അവളെ ജീവിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ വിധി മറിച്ചായിരുന്നു. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്